അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പരീക്ഷ 2024 സെപ്റ്റംബർ 24. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഇനിയും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവർക്കായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്തെ സക്സസ്ഫുൾ ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC 40 ദിവസത്തെ അതിതീവ്ര പരിശീലന ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ മികച്ചതും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റീസിന്റെ 250 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള റെക്കോർഡ് ക്ലാസുകൾ, full syllabus based capsule notes and other study materials in PDF format, 5000-ലധികം topic wise multiple choice questions with detailed explanation, doubt clearance and mentorship till exam date, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ എന്നിവ അടങ്ങിയ ഈ ഒരു അത്യുഗ്രൻ പാക്കേജ് ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 999 രൂപയ്ക്ക്. ഹായ് ഓൾ. അപ്പൊ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ മറ്റൊരു ക്ലാസ്സിലേക്കാണ് കിടക്കുന്നത്. നമ്മൾ ഇതിന്റെ ഒരു ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ മുൻ വർഷങ്ങളിൽ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാക്കി സെക്കൻഡ് പാർട്ടിലേക്ക് നമുക്ക് കിടക്കാം. സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാനൊപ്പം. സോ ഫസ്റ്റ് വൺ, ദർ ഇസ് ഹ്യൂമസ് എന്നത് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഫെർട്ടിലൈസർ, ഓർഗാനിക് കൊളോയിഡ്, ഇൻഓർഗാനിക് കൊളോയിഡ്, കെമിക്കൽ. അപ്പൊ ഇതിനകത്ത് എന്താണ് ഹ്യൂമസ് എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഇനി നമ്മൾ ഇത് ഏത് ഏരിയയിൽ വരുന്നതാണ്? സോയിൽ സയൻസ് പഠിക്കുമ്പോൾ നമ്മൾ ഹ്യൂമസിന്റെ കാര്യം പഠിക്കും. അതായത് ഹ്യൂമസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളിപ്പം നമ്മുടെ പ്ലാന്റ് സാമ്പിൾസ് അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ്സിന്റെ ഒക്കെ ഡീകമ്പോസ് ചെയ്ത് മണ്ണിൽ ഡീകമ്പോസ് ചെയ്തിട്ടുള്ള അതിന്റെ ഓർഗാനിക് ഫോമിലാണ് നമ്മൾ ഹ്യൂമസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും ഹ്യൂമസ് എന്ന് പറയുന്നത്? ആൻസർ നോക്കിയേ. ആൻസർ ഈസ് ഓർഗാനിക് കൊളോയിഡ്. അപ്പൊ ഹ്യൂമസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓർഗാനിക് കൊളോയിഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫാദർ ഓഫ് സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോൾ ഇതുപോലെ ഒരു സെയിം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 2017 അഗ്രികൾച്ചർ അസിസ്റ്റന്റ് എക്സാമിന് ഫാദർ ഓഫ് എന്തായിരുന്നു? ഗ്രീൻ റെവല്യൂഷൻ ആയിരുന്നു. ഇത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഫാദർ ഓഫ് സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ്. അപ്പൊ അത് ആരാണെന്നുള്ളതാണ് 4 ഓപ്ഷൻസ്. MS സ്വാമിനാഥൻ, ജെത്രോ ടൽ, സുഭാഷ് പലേക്കർ ആൻഡ് പീറ്റർ ഡിക്രിസൻസി. ഇവരിൽ ആരാണ് ഫാദർ ഓഫ് സീറോ ബഡ്ജറ്റ് ഫാമിംഗ്? ആൻസർ ഈസ് സുഭാഷ് പലേക്കർ. സുഭാഷ് പലേക്കർ ആണ് സീറോ ബഡ്ജറ്റ് ഫാമിംഗിന്റെ ഫാദർ എന്ന് പറയുന്നത്. ബാക്കി ഓപ്ഷൻസ് നോക്കിയേ. ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് അറിയാവുന്നതാണ്. MS സ്വാമിനാഥൻ എന്ന് പറയുന്നത് എന്താണ്? ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ സ്പെസിഫൈ ചെയ്തത് MS സ്വാമിനാഥൻ. അതർവൈസ് ആരാണ്? നോർമൻ ഇ ബോർലോ. ജെത്രോ ടൽ എന്ന് പറയുന്നത് നമ്മൾ അഗ്രോണമി പഠിക്കുമ്പോൾ ടില്ലേജിന്റെ ടൈപ്സ്, ഇംപ്ലിമെന്റ്സ് കാര്യങ്ങളൊക്കെ പഠിക്കും. ടില്ലേജ് എന്ന് പറയുന്ന പ്രാക്ടീസിന്റെ ഫാദർ ഓഫ് ടില്ലേജ് ആണ് ഫാദർ ഓഫ് അഗ്രോണമി എന്ന ശാസ്ത്രശാഖയുടെ പിതാവാണ് പീറ്റർ ഡിക്രിസൻസി. ഓക്കെ, next question is the phenomenon of one plant having a detrimental effect on another through the reduction of toxic chemicals. Toxic chemicals produce ചെയ്തുകൊണ്ട് മറ്റൊരു പ്ലാന്റിൽ ഒരു ഡെട്രിമെന്റ്, അതായത് മോശമായിട്ടുള്ള ഒരു എഫക്ട് വരുത്തുന്ന ഒരു ഫിനോമിനൻ, അതിന് പറയുന്ന ആ പ്രതിഭാസത്തിന്റെ പേര് എന്താണെന്നുള്ളത് ക്വസ്റ്റ്യൻ. അപ്പം ഓപ്ഷൻസ് ബി പാരസൈറ്റിസം, അലിലോപ്പതി, ക്രോപ്പ് ബീറ്റ് അസോസിയേഷൻ, ക്രോപ്പ് ബീറ്റ് കോമ്പറ്റീഷൻ. ഇത് ഏതാണ് ആൻസർ? ആൻസർ ഈസ് അലിലോപ്പതി. അലിലോപ്പതി എന്ന് പറയുന്നത് ഒരു പ്ലാന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽസ് മറ്റൊരു ടോക്സിക് കെമിക്കൽസ് ആണ്. അത് മറ്റൊരു പ്ലാന്റ്സിൽ ടോക്സിക് എഫക്ട് ഉണ്ടാക്കുന്ന ആ ഒരു ഫിനോമിനനെ പറയുന്ന പേരാണ് അലിലോപ്പതി എന്ന് പറയുന്നത്. യൂഷ്വലി അത് വീഡ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അടുത്തതായിട്ട് ദ കൾട്ടിവേഷൻ ഓഫ് ഡിഫറെന്റ് ക്രോപ്സ് ഓഫ് ഡിഫറെന്റ് കനോപ്പി ഹൈറ്റ്സ് ഇൻ എ ഫീൽഡ് സൈമൾട്ടേനിയസ്ലി ഈസ് കോൾഡ്. അപ്പം ഇതൊരു ക്രോപ്പിംഗ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മള് ക്രോപ്പിംഗ് സിസ്റ്റം, ക്രോപ്പിംഗ് പാറ്റേൺ ഒക്കെ പഠിക്കും. അപ്പൊ അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ തന്നെയും ആ ഒരു രീതിയിലുള്ളതാണ്. അപ്പൊ ഇതെന്താണെന്നുള്ളതാണ്. എന്താണ്? ദ കൾട്ടിവേഷൻ ഓഫ് ഡിഫറെന്റ് ക്രോപ്സ് ഓഫ് ഡിഫറെന്റ് കനോപ്പി ഹൈറ്റ്സ് ഇൻ എ ഫീൽഡ് സൈമൾട്ടേനിയസ്ലി ഈസ് കോൾഡ്. ഡിഫറെന്റ് കനോപ്പി ഹൈറ്റ്സിൽ നമ്മൾ ഒരേ സമയത്ത് ഫീൽഡിൽ ക്രോപ്സിനെ കൾട്ടിവേറ്റ് ചെയ്യുന്ന രീതി അത് ഏതാണെന്നുള്ളത് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ്: റൊട്ടേഷണൽ ക്രോപ്പിംഗ്, റിലേ ക്രോപ്പിംഗ്, മൾട്ടി ടയർ ക്രോപ്പിംഗ് ആൻഡ് സ്ട്രിപ്പ് ക്രോപ്പിംഗ്. സോ ദ ആൻസർ ഇസ് മൾട്ടി ടയർ. അതായത് പല ടയർ ആയിട്ട് നമ്മൾ ക്രോപ്സിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നു, പല കനോപ്പി ഹൈറ്റ്സിൽ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നതിനാണ് മൾട്ടി ടയർ ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. ബാക്കി ഓപ്ഷൻസ് നോക്കിയേ. റൊട്ടേഷണൽ ക്രോപ്പിംഗ് നമുക്ക് ഓൾറെഡി അറിയാം. നമ്മൾ ക്രോപ്പ് റൊട്ടേഷൻ, അതായത് നമ്മൾ ഒരു ക്രോപ്പ് കഴിഞ്ഞിട്ട് ഒരു ക്രോപ്പ് എടുത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത് ക്രോപ്പ് റൊട്ടേഷൻ. ഇനി റിലേ ക്രോപ്പ് എന്ന് പറയുന്നത് താഴെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. സക്സീഡിംഗ് ക്രോപ്സ് ആർ പ്ലാന്റഡ്
ബിഫോർ ഹാർവെസ്റ്റിംഗ് പ്രിസീഡിംഗ് ക്രോപ്പ്. അതായത് നമ്മളിപ്പം നമ്മുടെ ക്രോപ്പ് ഹാർവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ സക്സീഡിംഗ് ക്രോപ്സ് ആർ പ്ലാന്റഡ് ബിഫോർ ഹാർവെസ്റ്റിംഗ് പ്രിസീഡിംഗ് ക്രോപ്പ് ഹാർവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ അടുത്ത ക്രോപ്പിന് പ്ലാൻ ചെയ്യുന്നത്. നമ്മള് മത്സരങ്ങളിലൊക്കെ പറയുന്ന റിലേ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇനി നമ്മൾ സ്ട്രിപ്പ് ക്രോപ്പിംഗ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഒരു സോയിൽ കൺസർവേഷൻ മെത്തേഡാണ്. സ്ലോപ്പി ഏരിയാസിൽ പലതരത്തിലുള്ള സ്ട്രിപ്സ് ആയിട്ട് തിരിച്ചിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്ന മണ്ണിലേക്ക് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു സോയിൽ കൺസർവേഷൻ മെത്തേഡ് കൂടിയാണ് സ്ട്രിപ്പ് ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ 4 ഓപ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്തത് ഐഡന്റിഫൈ ദ ക്രോപ്പിംഗ് പാറ്റേൺ ഇൻ വിച്ച് ക്രോപ്സ് ആർ ഗ്രോൺ ആസ് കൺട്രോൾ മെഷർ ഫോർ അഗ്രികൾച്ചറൽ പെസ്റ്റ്. അതായത് അഗ്രികൾച്ചറൽ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ക്രോപ്പിംഗ് പാറ്റേൺ അല്ലെങ്കിൽ സിസ്റ്റം ഏതാണെന്നുള്ളതാണ് ക്യാഷ് ക്രോപ്പിംഗ്. അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പരീക്ഷ 2024 സെപ്റ്റംബർ 24. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഇനിയും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവർക്കായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്തെ സക്സസ്ഫുൾ ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC 40 ദിവസത്തെ അതിതീവ്ര പരിശീലന ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ മികച്ചതും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റീസിന്റെ 250 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള റെക്കോർഡ് ക്ലാസുകൾ, ഫുൾ സിലബസ് ബേസ്ഡ് capsule notes and other study materials in PDF format. 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് ടിൽ എക്സാം ഡേറ്റ്, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ എന്നിവ അടങ്ങിയ ഈ ഒരു അത്യുഗ്രൻ പാക്കേജ് ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 999 രൂപയ്ക്ക്. കവർ ക്രോപ്പിംഗ്, ട്രാക്ക് ക്രോപ്പിംഗ് ആൻഡ് നൺ ഓഫ് ദിസ്. അപ്പൊ നമുക്ക് ഏകദേശം അഗ്രികൾച്ചറൽ ടെസ്റ്റുകൾ നമ്മൾ ട്രാക്ക് ചെയ്യുന്നൊരു മെത്തേഡാണ് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നൊരു മെത്തേഡാണ്. അപ്പൊ ആൻസർ എന്താകാൻ സാധ്യത? ആൻസർ ഇസ് ട്രാക്ക് ക്രോപ്പിംഗ്. അതായത് നമ്മൾ ഫോർ എക്സാമ്പിൾ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ട്രാക്ക് ക്രോപ്പ് എന്ന് പറയുന്നത് മാരിഗോൾഡ് ആയിരിക്കും. അതായത് വലിയ പാടങ്ങളുടെ ഒക്കെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ പച്ചക്കറി തോട്ടത്തിന്റെ ഒക്കെ ഇടയിൽ നമ്മൾ 1-2 മാരിഗോൾഡ് കൾട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്രോപ്സിനെ എഫക്ട് ചെയ്യാൻ സാധ്യതയുള്ള പെസ്റ്റുകൾ, അപ്പം എന്ത് ചോദിച്ചാൽ ആ പെസ്റ്റുകൾ വരുമ്പോൾ ഈ മാരിഗോൾഡിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. അപ്പൊ എന്ത് ചെയ്യുന്നത് ഒരു കൾച്ചറൽ മെത്തേഡാണ്. അപ്പൊ നമ്മുടെ വിളകളെ അത് സംരക്ഷിക്കുന്നു. അപ്പം അത്തരത്തിൽ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്സിനെയാണ് ട്രാക്ക് ക്രോപ്സ് എന്ന് പറയുന്നത്. ആ ഒരു ക്രോപ്പിങ്ങിനെയാണ് നമ്മൾ ട്രാക്ക് ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി ബാക്കി നോക്കിയേ, ക്യാച്ച് ക്രോപ്പിംഗ്, കവർ ക്രോപ്പിംഗ്. കവർ ക്രോപ്പിംഗ് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. കവർ ക്രോപ്പ് എന്ന് പറയുമ്പോൾ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മണ്ണിലെ ഗ്രൗണ്ട് സർഫസിനെ കവർ ചെയ്തുകൊണ്ട് വളരുന്ന ക്രോപ്സ്, അതാണ് കവർ ക്രോപ്പ് എന്ന് പറയുന്നത്. അതിനൊരു വളരെ കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് കലപ്പഗേമി എന്ന് പറയുന്നൊരു ക്രോപ്പാണ്. അത് പല എക്സാംസിലും അത് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്, അഗ്രികൾച്ചറിന്റെ പല എക്സാംസിലും. ദെൻ ക്യാച്ച് ക്രോപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു സീസൺ ക്യാച്ച് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഒരു നെല്ലൊക്കെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്തിട്ട് ഒരു ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ഒരു ചെറിയ സമയം ടൈം പീരീഡ് ക്രോപ്പ് ഒന്നും ഇല്ലാതെ കിടക്കുന്ന ഒരു പീരീഡ് ഉണ്ടായിരിക്കും. അതായത് 2 സീസൺസിന്റെ ഇടയിലുള്ള ഒരു ചെറിയ സമയത്ത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പിനെ കൾട്ടിവേറ്റ് ചെയ്യും. അതായത് 2 സീസൺസിന് ഇടയ്ക്ക് വരുന്ന ഒരു ചെറിയ കാലയളവ്. അപ്പൊ ആ ഒരു കാലയളവിലേക്ക് നമ്മളൊരു ചെറിയ ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പിനെ കൾട്ടിവേറ്റ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ ക്യാച്ച് ക്രോപ്പിംഗ് അല്ലെങ്കിൽ ക്യാച്ച് ക്രോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു സീസൺ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യും, ആ ഒരു മീനിങ്ങാണ് ഉദ്ദേശിക്കുന്നത്. ബാക്കി എല്ലാ ഓപ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തതെന്ന് പറയുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് ഒബ്ജക്റ്റീവ്സ് ഓഫ് IFS. IFS എന്താണെന്ന് അറിയണം. IFS എന്ന് വെച്ചാൽ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം എന്നാണ് IFS എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഏതൊക്കെയാണ് ശരിയെന്നുള്ള അല്ലെങ്കിൽ ഏതൊക്കെയാണ് തെറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് വൺ, എൻഹാൻസിംഗ് പ്രൊഡക്ടിവിറ്റി പെർ യൂണിറ്റ് ഏരിയ, സോയിൽ ഹെൽത്ത് മാനേജ്മെന്റ്, പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെന്റ്. ഇത് 3 ഒബ്ജക്റ്റീവ്സ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആൻസർ എന്താണെന്ന് നോക്കാം. ആൻസർ ഈസ് ഓൾ ഓഫ് ദ എബോവ്. അതായത് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റത്തിന്റെ ഒബ്ജക്റ്റീവ് ആണ് ഇത് 3. അപ്പൊ എന്താണ് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഞാൻ ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാം. അതായത് നമ്മൾ ക്രോപ്പ് മാത്രമല്ല അവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നത്, ക്രോപ്പിന്റെ കൂടെ ലൈഫ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഫിഷറീസ്, പൗൾട്രി, അങ്ങനെ പല ക്രോപ്പിംഗ് സിസ്റ്റത്തിന്റെ മഷ്റൂം കൾട്ടിവേഷൻ, അങ്ങനെ പല രീതിയിലുള്ള കൾട്ടിവേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ്, കൃഷി സമ്പ്രദായത്തെയാണ് നമ്മൾ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം അല്ലെങ്കിൽ സംയോജിത കൃഷി രീതി എന്ന് പറയും. അപ്പം അത് അതിനെന്താ ചെയ്യുന്നത്, അപ്പം അതിന്റെ ഒബ്ജക്റ്റീവ്സ് പറയാം പ്രൊഡക്ടിവിറ്റി പെർ യൂണിറ്റ് ഏരിയ നമുക്ക് കൂട്ടാൻ പറ്റും. കാരണം നമ്മൾ ഒരു ഇത് മാത്രമല്ല ഉപയോഗിക്കുന്നത്, പല കാര്യങ്ങളും. സോയിൽ ഹെൽത്ത് മാനേജ്മെന്റ് നമുക്ക് അതിലൂടെ സാധ്യമാവും. പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെന്റ്, നമുക്കിപ്പം ലൈഫ് സ്റ്റോക്കിന്റെ ഉണ്ടെങ്കിൽ അതിന്റെ വേസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, കൃഷിക്ക് ഉപയോഗിക്കാം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന്റെ ഒരു വേസ്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വേസ്റ്റ് മാനേജ്മെന്റ് നടക്കും. അപ്പൊ അത്തരത്തിലെല്ലാം തന്നെയും IFS അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റത്തിന്റെ ഒബ്ജക്റ്റീവ്സ് തന്നെയാണ്. ഓക്കെ, അടുത്തതായിട്ട് കളർ ഓഫ് ദ ടാഗ് ദറ്റ് ഇസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ രജിസ്റ്റേർഡ് സീഡ് ക്ലാസ്. അപ്പം ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സെയിം ഈ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ എക്സാമിന്റെ
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നേരെ തിരിച്ചായിരുന്നു. അതായത് നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്താണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് സീഡ് ടെക്നോളജിയിൽ ഈ പറയുന്ന ക്ലാസ് ഓഫ് സീഡും അതിന്റെ ടാഗ് കളർ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ പല അഗ്രികൾച്ചറൽ കോമ്പറ്റേറ്റീവ് എക്സാം, അഗ്രികൾച്ചർ ഓഫീസർ ആയിക്കോട്ടെ, അസിസ്റ്റന്റ് എക്സാം ആയിക്കോട്ടെ, അങ്ങനെ പല എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ മിക്കപ്പോഴും പലപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. അപ്പൊ അത് ചോദിക്കുന്നത് ഭയങ്കര എന്താ പറയാ പാടായിട്ടുള്ള രീതിയിലല്ല, ഈ ഒരു ഒറ്റ പാറ്റേൺ ആയിരിക്കും. അതായത് നമ്മൾ ഇത്ര മാത്രം അറിഞ്ഞിരിക്കുക, എല്ലാ ക്ലാസ് ഓഫ് സീഡ് അറിഞ്ഞിരിക്കുക, അതിന്റെ ടാഗ് കളറും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിച്ച് തന്നെയായിരിക്കും ചോദിക്കാറുള്ളത്. 4 ക്ലാസ് ഓഫ് സീഡ് ആണുള്ളത്. എന്തൊക്കെയായിരുന്നു? ബ്രീഡർ സീഡ്, ഫൗണ്ടേഷൻ സീഡ്, സർട്ടിഫൈഡ് സീഡ്, രജിസ്റ്റേർഡ് സീഡ്. അപ്പൊ ഈ 4നും ഓരോ കളർ ഉണ്ട്. ബ്രീഡർ സീഡ് ആണെങ്കിൽ എന്തായിരുന്നു? ഗോൾഡൻ യെല്ലോ കളർ, ഫൗണ്ടേഷൻ സീഡ് ആണെങ്കിൽ വൈറ്റ്, ദെൻ രജിസ്റ്റേർഡ് സീഡ് ആണെങ്കിൽ പർപ്പിൾ, സർട്ടിഫൈഡ് സീഡ് ആണെങ്കിൽ ബ്ലൂ കളർ. അപ്പൊ ഇത് അറിഞ്ഞിരിക്കാമെങ്കിൽ എന്താണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് കളർ വന്നിട്ട് ഇനി നമ്മളോട് ക്ലാസ് ഓഫ് സീഡ് ചോദിക്കുന്നു, അല്ലെങ്കിൽ ക്ലാസ് ഓഫ് സീഡ് വന്നിട്ട് നമ്മളോട് കളർ ചോദിക്കുന്നു, എങ്ങനെ വന്നാലും നമുക്ക് ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കാമെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് സീഡ് ക്ലാസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടാഗ് കളർ എന്ന് പറയുന്നത് പർപ്പിൾ കളർ ടാഗ് ആയിരിക്കും അതിന് കൊടുക്കുന്നത്. ഓക്കെ, ആൻസർ ഇസ് പർപ്പിൾ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വെറൈറ്റീസ് പഠിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ പാക്കേജ് ഓഫ് പ്രാക്ടീസ് POP-യിലുള്ള വെറൈറ്റീസ് എല്ലാം തന്നെ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രോപ്സിന്റെ ഒക്കെ തന്നെ നോക്കുക. കാരണം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വെറൈറ്റീസിനെ പ്രതിപാദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ദിസ് ഇസ് ഷാരിക, മാലിക ആൻഡ് ലോല ആർ ദ വെറൈറ്റീസ് ഓഫ് വിച്ച് ക്രോപ്പ്? റൈസ് ആണോ, കൗപ്പി ആണോ, ടൊമാറ്റോ ആണോ, കാഷ്യൂ ആണോ എന്നുള്ളതാണ്. അപ്പം POP-യിൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ KU റിലീസ് ചെയ്തിട്ടുള്ള വെറൈറ്റീസ് ഒക്കെ തന്നെയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ തന്നെ ആയിരിക്കണം മോസ്റ്റ്ലി ക്വസ്റ്റ്യൻ വരേണ്ടത്. അതിൽ നിന്ന് തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളൂ. അപ്പൊ ഷാരിക, മാലിക ആൻഡ് ലോല ഇത് മൂന്നും തന്നെ കൗപ്പി, നമ്മുടെ പയറിന്റെ നമ്മുടെ എന്താ പറയാ വെജിറ്റബിൾ കോപ്പിയുടെ വെറൈറ്റീസ് ആണ് ഷാരിക, മാലിക ആൻഡ് ലോല എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ആപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ് ത്രൂ ഇറിഗേഷൻ വാട്ടറിൽ കൂടെ നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരെന്താണെന്നാണ്. ഫ്യൂമിഗേഷൻ, ഫോളിയാർ സ്പ്രേ, ഫെർട്ടിഗേഷൻ ആൻഡ് മൈക്രോ ഇറിഗേഷൻ. സോ എല്ലാവർക്കും ആൻസർ അറിയാവുന്നതായിരിക്കും. ആൻസർ ഇസ് എന്താണ്? ഫെർട്ടിഗേഷൻ. അതായത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഫെർട്ടിലൈസർ, ഇറിഗേഷൻ വാട്ടർ, ഫെർട്ടിലൈസർ പ്ലസ് ഇറിഗേഷൻ, ദാറ്റ് ഇസ് ഫെർട്ടിഗേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഇവിടെ ചെയ്യുന്നത് നമ്മൾ മൈക്രോ ഇറിഗേഷൻ സിസ്റ്റംസ് ഡ്രിപ്പ് ഒക്കെ പഠിക്കും. ഡ്രിപ്പ് സിസ്റ്റത്തിലൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഇറിഗേഷൻ വാട്ടറിൽ കൂടെ ഫെർട്ടിലൈസർ, ഇറിഗേഷൻ വാട്ടർ കൂടെ കൊടുക്കുമ്പോൾ എത്തരത്തിലുള്ള ഫെർട്ടിലൈസർ ആയിരിക്കും നമ്മൾ ഫെർട്ടിഗേഷൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? വാട്ടർ സൊല്യൂബിൾ ആണ്, വെള്ളത്തിൽ ലയിക്കുന്ന തരത്തിലുള്ള ഫെർട്ടിലൈസേഴ്സിന് നമ്മൾ എങ്ങനെ കൊടുക്കാൻ? നമുക്ക് ഇറിഗേഷൻ വാട്ടർ കൂടെ നമുക്ക് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുന്നു. ആ ഒരു രീതിയിൽ പറയുന്ന പേരാണ് ഫെർട്ടിഗേഷൻ. ഫെർട്ടിലൈസർ പ്ലസ് ഇറിഗേഷൻ, ദാറ്റ് ഇസ് ഫെർട്ടിഗേഷൻ. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫെർട്ടിലൈസർ കണ്ടെയ്ൻസ് ഹയസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് നൈട്രജൻ? നൈട്രജന്റെ അളവ് ഏറ്റവും കൂടുതലുള്ള ഫെർട്ടിലൈസർ ഈ താഴെ കൊടുത്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇതിലാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് POP-യുടെ അവസാന ഭാഗങ്ങളിൽ കുറേയധികം പെസ്റ്റിസൈഡ്, ഇൻസെക്ടിസൈഡ്, പിന്നെ ഫെർട്ടിലൈസേഴ്സ്, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ ഓരോ ഫെർട്ടിലൈസറും അതിന്റെ ന്യൂട്രിയൻ കണ്ടന്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നിന്റെയും ഒരു പക്ഷേ മാക്സിമം നിങ്ങൾ നോക്കുക എല്ലാ ഫെർട്ടിലൈസറിനും അത്യാവശ്യം NPK കണ്ടന്റ് ഒക്കെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ NPK കണ്ടന്റ് ചോദിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ നൈട്രജന്റെ അളവ് കൂടുതൽ അല്ലെങ്കിൽ ഇതിലായിട്ട് പൊട്ടാസിന്റെ അളവ് കൂടുതൽ കമ്പയർ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കാം. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഏതിനകത്താണ് ഏറ്റവും കൂടുതൽ നൈട്രജന്റെ അളവുള്ളത്? ദാറ്റ് ഇസ് യൂറിയയിലാണ്. യൂറിയൻ 46% ആണ് നൈട്രജന്റെ അളവ്. അപ്പൊ ഇത്രയുമാണ് ഈ പറയുന്ന നൈട്രജൻ ഫെർട്ടിലൈസേഴ്സിൽ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്ന യൂറിയനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റാഡോഫോളസ് സിമിലസ് സയന്റിഫിക് നെയിം. റാഡോഫോളസ് സിമിലസ് എന്ന് പറയുന്നത് ഏത് ഇൻസെക്ടിന്റെ സയന്റിഫിക് നെയിം എന്നാണ്? കോക്കനട്ട് ലൈറ്റ് ആണോ, ബറോയിങ് നിമറ്റോഡ് ആണോ, ലേഡി ബർഡ് ബീറ്റിൽ ആൻഡ് റൂട്ട് നോട്ട് നിമറ്റോഡ്? 4 ഓപ്ഷൻസ് ആണ്. റാഡോഫോളസ് സിമിലസ് എന്ന് പറയുന്ന ഒരു നിമറ്റോഡ് ഉണ്ട്, നിമാവിര നിമറ്റോഡിന്റെ സയന്റിഫിക് നെയിമാണ്. അപ്പൊ ഓപ്ഷനിൽ നമുക്ക് 2 നിമറ്റോഡ് ഉണ്ട്, ബറോയിങ് നിമറ്റോഡും റൂട്ട് നോട്ട് നിമറ്റോഡും. ആൻസർ ഇസ് ബറോയിങ് നിമറ്റോഡിന്റെ സയന്റിഫിക് നെയിമാണ് റാഡോഫോളസ് സിമിലസ് എന്ന് പറയുന്നത്. റൂട്ട് നോട്ട് നിമറ്റോഡ് മെലഡോഗൈൻ ഇൻകോഗ്നീഷ്യ എന്നാണ് അതിന്റെ സയന്റിഫിക് നെയിം. അത് നിങ്ങൾ അറിഞ്ഞിരിക്കാം. അടുത്തതായിട്ട് വിച്ച് among the following is considered as queen of spices? സ്പൈസസിന്റെ ക്യൂൻ ഈ ഒരു ഏരിയ പറയുന്നത് നമ്മൾ കിങ് ഓഫ് ഫ്രൂട്ട്സ് എല്ലാത്തിന്റെയും കിങ്ങും ക്യൂനും ഒക്കെ ജസ്റ്റ് എന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ സ്പൈസസിന്റെ ക്യൂൻ എന്ന് പറയുന്നത് ആൻസർ ഇസ് കാർഡമം ആണ് ക്യൂൻ ഓഫ് സ്പൈസ് എന്ന് പറയുന്നത്. അപ്പം കിങ് ഓഫ് സ്പൈസ് ഏതാണ്? കിങ് ഓഫ് സ്പൈസ് ബ്ലാക്ക് പെപ്പർ, കുരുമുളകാണ് കിങ് ഓഫ് സ്പൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് വിച്ച് സീഡ് സോയിങ് മെത്തേഡ് ഹാസ് ദ ഹയസ്റ്റ് സീഡ് റേറ്റ്? അപ്പം ഈ 4 കൊടുത്തിരിക്കുന്നത് നമ്മുടെ സോയിങ് മെത്തേഡ്സ് ആണ്. അപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമുക്ക് 4 തരത്തിൽ നമുക്ക്
നമ്മൾ സീഡ്സ് വിത്ത് വിതയ്ക്കുന്ന 4 രീതികളാണ്. ഒന്ന് ബ്രോഡ്കാസ്റ്റിംഗ്, ഡിബ്ലിംഗ്, ഡ്രില്ലിംഗ് ആൻഡ് ട്രാൻസ്പ്ലാന്റിംഗ്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സീഡ് റേറ്റ് ഏതിലാണ് ഏറ്റവും കൂടുതലെന്ന് അറിയാൻ പറ്റും. അപ്പം ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ വിത്ത് ഇങ്ങനെ വിതറുകയാണ്. അതായത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കൈപ്പിടിയിൽ എടുത്തിട്ട് നമ്മുടെ പാടത്തേക്ക് ഒരു യൂണിഫോം ആയിട്ട് നമ്മൾ വിതറുകയാണ് ചെയ്യുന്നത് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ട്രാൻസ്പ്ലാന്റിംഗ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് ഡ്രില്ലിംഗും ഡിബ്ലിംഗും ആണ്. ഡ്രില്ലിംഗ് ഡിബ്ലിംഗും കൈൻഡ് ഓഫ് സിമിലർ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ കൃത്യമായിട്ടുള്ള അകലം സ്പേസിംഗ് അനുസരിച്ച് നമ്മൾ നമ്മുടെ ആ ഒരു എന്താ പറയുക കുഴിയിലേക്ക് നമ്മൾ വിത്തിനെ ഇട്ട് കൊടുക്കുന്നത്, അതാണ് ഡിബ്ലിംഗ് എന്ന് പറയുന്നത്. സീഡ് ഡ്രിൽസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ അതുപോലെ തന്നെ ചെയ്യുന്നതിന് ഡ്രില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള കറക്റ്റ് സീഡ് റേറ്റ് മതി, കാരണം ഓരോ ഹോളിലേക്ക് നമ്മൾ ഓരോ വിത്തിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ബ്രോഡ്കാസ്റ്റിംഗ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമുക്ക് പ്രത്യേകിച്ച് ഒരു അളവില്ല, നമ്മളൊരു കയ്യിലെടുത്തിട്ട് നമ്മളിങ്ങനെ വിവറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്താണ്, സാധാരണഗതിയിൽ ഒരു ക്രോപ്പിന്റെ സീഡിനേക്കാളും സീഡ് റേറ്റ് കൂടുതൽ വേണം. അപ്പൊ ഏകദേശം നമ്മൾ ആൻസർ കിട്ടിക്കഴിഞ്ഞു. സീഡ് റേറ്റ് എവിടെ കൂടുതൽ വേണം, ബ്രോഡ്കാസ്റ്റിംഗിൽ കൂടുതൽ വേണം. ഇനി ട്രാൻസ്പ്ലാന്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ പറിച്ചു നടുന്ന രീതി, അതായത് ഇപ്പം നെല്ലൊക്കെയാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റിംഗ് എന്ന് പറയും. അതായത് വെജിറ്റബിൾസിൽ ഇപ്പം സൊയേഷ്യസ് വെജിറ്റബിൾസ് അങ്ങനെയൊക്കെ നമ്മൾ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയും. അതായത് നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു നഴ്സറി ഉണ്ടായിരിക്കും. വിത്തിനെ നമ്മൾ ആദ്യം ഒരു നഴ്സറിയിലേക്ക് പാകിയതിനു ശേഷം അവിടെ നിന്ന് അത് പാകമായതിനു ശേഷം അതിനെ നമ്മൾ നമ്മുടെ പ്രധാനപ്പെട്ട മെയിൻ ഫീൽഡിലേക്ക് മാറ്റി നടുന്ന രീതിയാണ് ട്രാൻസ്പ്ലാന്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 4 സീഡ് സോയിങ് മെത്തേഡ്സ് ആണുള്ളത്: ബ്രോഡ്കാസ്റ്റിംഗ്, ഡ്രില്ലിംഗ്, ഡിബ്ലിംഗ് ആൻഡ് ട്രാൻസ്പ്ലാന്റിംഗ്. ഇതൊരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, ഇത് അറിഞ്ഞിരിക്കണം. ഇതിനകത്ത് ഏത് രീതിയിലാണ് സീഡ് റേറ്റ് ഏറ്റവും കൂടുതൽ വേണം എന്നായിരുന്നു ക്വസ്റ്റ്യൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ബ്രോഡ്കാസ്റ്റിംഗ് മെത്തേഡിലാണ് നമുക്ക് സീഡ് റേറ്റ് കൂടുതലായിട്ട് വേണ്ടിവരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ബെസ്റ്റ് സ്പീഷീസ് ഓഫ് എർത്ത് വേം ഫോർ വെർമി കമ്പോസ്റ്റിംഗ് അണ്ടർ കേരള കണ്ടീഷൻസ്. ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഈ വെർമി കമ്പോസ്റ്റിംഗ് റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഒരു സ്പീഷീസ് വന്നിട്ട് അത് എന്തിനു വേണ്ടി യൂസ് ചെയ്തെന്നായിരുന്നു ചോദിച്ചിരുന്നത്. അപ്പൊ ഇവിടെ വെർമി കമ്പോസ്റ്റിംഗിന് വേണ്ടിയിട്ട്, അതും നമ്മുടെ POP അവസാന ഭാഗങ്ങളിൽ വെർമി കമ്പോസ്റ്റിംഗിന്റെ രീതി, അതുപോലെ തന്നെ ഏത് എർത്ത് വേമാണ് യൂസ് ചെയ്യുന്നത് കൊടുത്തിട്ടുണ്ട്. അത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അറിഞ്ഞിരിക്കാം. ആൻസർ ഈസ് യൂഡ്രില്ലസ് യൂജീനി എന്ന് പറയുന്ന എർത്ത് വേവിന്റെ മണ്ണിരയുടെ സ്പീഷീസ് ആണ് വെർമി കമ്പോസ്റ്റിംഗിന് കേരള കണ്ടീഷനിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് യൂഡ്രില്ലസ് യൂജീനിയ. ഓക്കെ, അടുത്തത് കൈറ ഡിസീസ് ഓഫ് റൈസ് വിച്ച് ഇസ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ്. ഏത് എലമെന്റിന്റെ ഡെഫിഷ്യൻസി മൂലമാണ് റൈസിൽ കൈറ ഡിസീസ് ഉണ്ടാകുന്നത്? ഇതിന്റെ ആൻസറിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ പറയട്ടെ, നമുക്ക് എലമെന്റ്സ് നമുക്ക് മേജർ ആയിട്ട് മാക്രോ എലമെന്റ്സും മൈക്രോ എലമെന്റ്സും ഉണ്ട്. അപ്പൊ നമ്മൾ ഈ എലമെന്റ്സിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് പഠിച്ചിരിക്കുക. ഓരോ എലമെന്റും എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഇനി അതിന്റെ അഭാവം, അതായത് അതിന്റെ ഡെഫിഷ്യൻസിയും അതിന്റെ ടോക്സിറ്റിയും, അതായത് എലമെന്റ് കൂടുകയും ചെയ്യാം കുറയുകയും ചെയ്യാം. അപ്പം ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന കുറേയധികം ഡിസോർഡേഴ്സ് ഉണ്ട്. അപ്പൊ അതിലൊരു ഡിസോർഡറാണ് ഇപ്പൊ കൈറ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ പല എക്സാംസിനും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതായത് ഏതെങ്കിലുമൊക്കെ എലമെന്റിന്റെ ഒന്നെങ്കിൽ മൈക്രോ ന്യൂട്രിയൻസിന്റെ അല്ലെങ്കിൽ മാക്രോ ന്യൂട്രിയൻസിന്റെയും ഡെഫിഷ്യൻസി, എന്തെങ്കിലും എല്ലാത്തിനും ഓരോരോ സിംറ്റംസ് ഉണ്ടായിരിക്കും. എന്നാൽ ചില കാര്യങ്ങൾ ഇപ്പം റൈസിൽ ഇപ്പം കൈറ ഡിസീസ് പറഞ്ഞ പോലെ, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ കോളിഫ്ലവറിൽ മോളിബ്ഡിനൽ ഡെഫിഷ്യൻസി വെച്ചിട്ട് നമ്മൾ വിപ്റ്റയിൽ, അപ്പൊ എന്തെങ്കിലും നമ്മളൊരു സ്പെസിഫിക് ആയിട്ടൊരു സിംറ്റം പറയുകയാണ്, വിപ്റ്റയിൽ സിംറ്റം ഓഫ് കോളിഫ്ലവർ ഈസ് ഡ്യൂ ടു ദി ഡെഫിഷ്യൻസി ഓഫ് വിച്ച് എലമെന്റ് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഒരു ന്യൂട്രിയൻ ഡെഫിഷ്യൻസി സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഏത് എലമെന്റ് ആണെന്നൊക്കെ അറിഞ്ഞിരിക്കുക. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് കൈറ ഡിസീസ് ഓഫ് റൈസ് ദാറ്റ് ഈസ് ഡ്യൂ ടു ദി ഡെഫിഷ്യൻസി ഓഫ് എന്തിന്റെ ഡെഫിഷ്യൻസിയാണ്? സിങ്കിന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് കൈറ ഡിസീസ്. നമ്മൾ നേരത്തെ വിപ്റ്റയിൽ പറഞ്ഞ കോളിഫ്ലവറിൽ, അതായത് ഡ്യൂ ടു ദി ഡെഫിഷ്യൻസി ഓഫ് മോളിബ്ഡിനം, ഓപ്ഷൻ ഡിയിൽ വരുന്ന മോളിബ്ഡിനത്തിന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് ഒരുപാട് എക്സാമ്പിൾസ് ആണ്, ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ ടോക്സിസിറ്റി ലേബൽ ഇൻ എ പെസ്റ്റിസൈഡ് ബോട്ടിൽ ഷോസ് ബ്ലൂ കളർ, ദിസ് ഇൻഡിക്കേറ്റ്സ് എ പെസ്റ്റിസൈഡ്. ഇത് വളരെ ബേസിക് ആയിട്ട് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും അതുപോലെ തന്നെ നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് നമുക്ക് ഇൻസെക്ടിസൈഡ്സ് നമ്മൾ വാങ്ങുമ്പോൾ അതിനകത്ത് പലതരത്തിലുള്ള ലേബിൾസ്, കളർ ലേബിൾസ് ഉണ്ടായിരിക്കും. നമ്മൾ നേരത്തെ നമ്മൾ ഇതേപോലെ പറഞ്ഞു, ക്ലാസ് ഓഫ് ചെയ്ത ഓരോ ടാഗ് കളർ ഉള്ള പോലെ ഇൻസെക്ടിസൈഡ് ബോട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്കൊരു കളർ ലേബിൾ കാണാൻ പറ്റും. അപ്പൊ അത് ഓരോ കളറും ഓരോ ലെവൽ ഓഫ് ടോക്സിസിറ്റിയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഒരു ബോട്ടിൽ ബ്ലൂ കളർ കണ്ടാൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ അറിഞ്ഞിരിക്കണമെങ്കിൽ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം, ദാറ്റ് ഇസ് ഇൻസെക്ടിസൈഡ്സിന്റെ ടോക്സിസിറ്റി ലെവൽ. ഇപ്പൊ ഗ്രീൻ ആണ് കാണുന്നതെങ്കിൽ ദാറ്റ് ഇസ് സ്ലൈറ്റ്ലി ടോക്സിക്.
ബ്ലൂ ആണെങ്കിൽ മോഡറേറ്റ്ലി ടോക്സിക്, യെല്ലോ ആണെങ്കിൽ ഹൈലി ടോക്സിക്, എക്സ്ട്രീംലി ടോക്സിക് ആണ് റെഡ് എന്ന് പറയുന്നത്. ഓക്കെ, റെഡ് വിത്ത് ഒരു ഡേഞ്ചർ സിമ്പിളും കാണും. അപ്പൊ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുകയാണെങ്കിൽ എങ്ങനെ ക്വസ്റ്റ്യൻ ഈ ഒരു ഏരിയ യൂസ് ചെയ്യാൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഒന്നുകിൽ ചോദിക്കുന്നത് ഇപ്പം ഒരു മോഡറേറ്റ്ലി ടോക്സിക് അല്ലെങ്കിൽ ഹൈലി ടോക്സിക് ആയിട്ടുള്ള ഒരു പെസ്റ്റിസൈഡ് ബോട്ടിലിൽ വരുന്ന കളർ ഏതാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ എന്ത് ചോദിക്കാം, ഒരു കളർ യെല്ലോ കളർ തന്നിട്ട് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടോക്സിസിറ്റി ലെവൽ അങ്ങനെ ചോദിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ദ ടോക്സിസിറ്റി ലെവൽ ഇൻ എ പെസ്റ്റിസൈഡ് ബോട്ടിൽ ഷോസ് ബ്ലൂ കളർ, ദിസ് ഇൻഡിക്കേറ്റ്സ് ദ പെസ്റ്റിസൈഡ് ഈസ്. ഇപ്പൊ എന്തായിരിക്കും ആൻസർ ക്ലിയർ ആണ്, ദാറ്റ് ഇസ് ഇതായിരിക്കും മോഡറേറ്റ്ലി ടോക്സിക് ആയിരിക്കും. മോഡറേറ്റ്ലി ടോക്സിക് ആയിരിക്കും ആ ഒരു ബ്ലൂ കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ആ പറയുന്ന ഒരു കാര്യം. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ നേരത്തെ ക്ലാസ് ഓഫ് സീഡ് പറഞ്ഞ പോലെയാണ്. ചില കാര്യങ്ങൾ നമ്മൾ ഷുവർ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും ആണ്. പിന്നെ അത് മാത്രമല്ല നമ്മൾ ആ ഒരു കാര്യം തറവായിട്ട് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു ക്ലാസ്സും ഈ ഒരു ടോക്സിസിറ്റി ലെവലും ആ കളർ നമ്മൾ കാണാതിരിക്കാം. അതുപോലെ തന്നെ എന്ത് മറ്റേത് നമുക്ക് ഇത് പഠിക്കാനായിട്ട് അത്ര പാടൊന്നുമില്ല. റെഡ് പറയുന്നത് നമുക്കറിയാം, റെഡ് എപ്പോഴും ഒരു അപകടത്തെ സൂചിപ്പിക്കുന്നത്. അപ്പൊ എക്സ്ട്രീംലി ആയിരിക്കും. ഗ്രീൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു എക്കോ ഫ്രണ്ട്ലി എന്നൊക്കെ പറയുന്നത് സ്ലൈറ്റ്ലി ടോക്സിക് ആയിരിക്കും. ബാക്കി രണ്ട് കാര്യങ്ങൾ മോഡറേറ്റ്ലിയും ഹൈലി ടോക്സിക്കിന്റെയും കളർ നിങ്ങൾ ഓർത്ത് വെച്ചിട്ട് പഠിക്കാം. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നേരത്തെ ക്ലാസ് ഓഫ് സീറോ പറഞ്ഞ പോലെ തന്നെ ഇത് നമുക്ക് ഷുവർ ആയിട്ടും ആൻസർ മീൻസ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. തെറ്റിക്കാൻ നമുക്ക് അധികം സാധ്യതയില്ലാത്തൊരു ഏരിയയാണ്. നമ്മൾ മറന്നു പോകാൻ പാടില്ല. നമ്മൾ പീരിയഡ് വായിച്ചു വെക്കാം. ഓക്കെ, next is select concentrated organic manures from the following: neem cake, farmyard manure, compost and bone meal. ഇവയിൽ ഏതൊക്കെയാണ് இந்த concentrated organic manures എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഓർഗാനിക് മെന്യൂസിനെ പറ്റി അറിഞ്ഞിരിക്കണം. ഓർഗാനിക് മെന്യൂസിന്റെ ക്ലാസിഫിക്കേഷൻ മെയിൻലി നമുക്ക് ഓർഗാനിക് മെന്യൂസിനും ബൾക്കി ഓർഗാനിക് മെന്യൂർ എന്നും കോൺസെൻട്രേറ്റഡ് ഓർഗാനിക് മെന്യൂർ ഇങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു മീനിങ് എന്നുള്ളതാണ്. ബൾക്കി ഓർഗാനിക് മെന്യൂസ് എന്ന് പറയുന്നത് ആ പേര് സൂചിപ്പിക്കുന്നത് ദാറ്റ് ഇസ് ബൾക്കി. അതായത് ആ ഓർഗാനിക് മെന്യൂസ് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ബൾക്കി ആയിട്ട് കൊടുക്കണം, കുറച്ച് കൂടുതലായിട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ന്യൂട്രിയൻ കണ്ടന്റ് അതിന് ലഭിക്കത്തുള്ളൂ. അപ്പൊ അതാണ് ഫാമിയാർഡ് മെനുവർ, കമ്പോസ്റ്റ്. അത് യൂഷ്വലി എപ്പോഴും നമ്മൾ കുറച്ച് കൂടുതലല്ലേ കൊടുക്കുന്നത്. അപ്പം നമ്മൾ ബൾക്കി ആയിട്ട് കൊടുക്കണം. അപ്പൊ അതിന് ന്യൂട്രിയൻ കണ്ടന്റ് കുറവായിരിക്കും. ബൾക്കി ആയിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ന്യൂട്രിയൻ കണ്ടന്റ് പ്ലാന്റ്സിന് ലഭിക്കത്തുള്ളൂ. പക്ഷെ അതുപോലെ തന്നെയാണ് കോൺസെൻട്രേറ്റഡ് ഓർഗാനിക് മെനുവർ എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ കോൺസെൻട്രേറ്റ്, അതായത് നമ്മൾ കുറച്ച് കൊടുത്താൽ മതി. അതിനകത്ത് ന്യൂട്രിയൻ കണ്ടന്റ് കൂടുതലായിരിക്കും. അതിന് എക്സാമ്പിൾസ് ആണ് ഈ ഓയിൽ കേക്സ്, ബ്ലഡ് മീൽ, മീറ്റ് മീൽ എന്നൊക്കെ പറയുന്നത്. ഓയിൽ കേക്സ് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ്, എഡിബിൾ ടു കാറ്റ്, എഡിബിളും നോൺ എഡിബിളും. അത് പ്രധാനമായിട്ടും നമ്മൾ എഡിബിളും നോൺ എഡിബിളും പറയുന്നത് മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതല്ല. എഡിബിൾ നോൺ എഡിബിൾ എന്ന് പറയുമ്പോൾ കാറ്റലിസിന് നമ്മൾ ഈ പിണ്ണാക്ക് എന്ന് പറയില്ലേ, ഇപ്പം നമ്മള് വേപ്പിൻ പിണ്ണാക്ക് അല്ലെങ്കിൽ കപ്പലണ്ടി പിണ്ണാക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് നമുക്ക് എന്താണ്, നമ്മൾ കാറ്റൽസിന് കൊടുക്കുന്നതാണ്. നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, കാറ്റ്സിന് കൊടുക്കില്ല. അത് നോൺ എഡിബിൾ ആണ്. എന്നാൽ നമ്മൾ ഗ്രൗണ്ട് നട്ട്, അതായത് നമ്മുടെ കപ്പലണ്ടി പിണ്ണാക്ക് നമ്മൾ പശുക്കൾക്ക് കൊടുക്കും. അപ്പം അത്തരത്തിൽ കാറ്റൽസിന് എഡിബിൾ ആണോ നോൺ എഡിബിൾ ആണോ എന്ന രീതിയിൽ നമുക്ക് ഓയിൽ കേക്സിന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതും ജസ്റ്റ് അറിഞ്ഞിരിക്കാം. കുറച്ചും കൂടെ ഒക്കെ സ്പെസിഫിക് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് എഡിബിൾ ഓയിൽ കേക്സ് എന്നൊക്കെ ചോദിക്കാം. അങ്ങനെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ നോൺ എഡിബിൾ എന്ന് പറയുമ്പോൾ മഹുവ ആൻഡ് നീം ഓയിൽ കേക്സ് ഒക്കെ, ദെൻ എഡിബിൾ എന്ന് പറയുമ്പോൾ മസ്റ്റാർഡ് ഓയിൽ, ഗ്രൗണ്ട് ഓയിൽ കേക്സ് ഒക്കെ. അപ്പൊ ഈ ഒരു ക്ലാസിഫിക്കേഷൻ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ക്വസ്റ്റ്യൻ വാസ് ഫാം, അതായത് കോൺസെൻട്രേറ്റഡ് ഓർഗാനിക് മെനുവേഴ്സിന്റെ എക്സാമ്പിൾസ് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ ഏതൊക്കെയാണ് 1 and 4 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഇസ് നീം കേക്ക് ആൻഡ് ബോൺ മീൽ. നമ്മളിപ്പം ക്ലാസിഫിക്കേഷൻ പഠിച്ചതേ ഉള്ളൂ. ഓയിൽ കേക്സും ബോൺ മീൽ അതൊക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്, കോൺസെൻട്രേറ്റഡ് ഓർഗാനിക് മെനുവേഴ്സിന്റെ എക്സാമ്പിൾ ആണ്. ഓപ്ഷൻ 2 and 3 ദാറ്റ് ഇസ് ഫാർമേഡ് മെനുവർ ആൻഡ് കമ്പോസ്റ്റ് എന്ന് പറയുന്നത് ബൾക്കി ഓർഗാനിക് മെനുവേഴ്സിനും എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഇതൊരു സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ ഇത് എങ്ങനെയൊക്കെ നമുക്ക് ക്വസ്റ്റൻ ചോദിച്ചു കഴിഞ്ഞാലും എഴുതാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫെറമോൺ ട്രാപ്പ് യൂസ്ഡ് ഫോർ ദ കൺട്രോൾ ഓഫ് ഫ്രൂട്ട് ഫ്ലൈ ഇൻ കുക്കർ ബീഡ്സ്. കുക്കർ ബീഡ്സിലെ ഫ്രൂട്ട് ഫ്ലൈ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫെറമോൺ ട്രാപ്സ് ആണ്. അപ്പൊ നമ്മൾ എൻറ്റമോളജി പഠിക്കണം, നമ്മൾ ട്രാപ്സ് പഠിക്കും, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാപ്സ് പഠിക്കും. അപ്പൊ അതിനകത്ത് ഫെറമോൺ ട്രാപ്പ് ഓരോ ഇൻസെക്റ്റിനും സ്പെസിഫിക് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് ഇൻസെക്ട്സിന്റെ അല്ലെങ്കിൽ ഫെറമോൺ ട്രാപ്പ് ഉണ്ട്. അപ്പൊ അത് ആ ഒരു ഏരിയ വരുമ്പോൾ നിങ്ങൾ പഠിക്കും. ഇവിടെ നമ്മൾ 4 ഓപ്ഷൻസിൽ 3 ഓപ്ഷനും പർട്ടിക്കുലർ ആയിട്ട് 3 ഇൻസെക്ട്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത ഫെറമോൺ ട്രാപ്പ് ആണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുക്കർ ബിഡ്സിൽ വെള്ളരി വർഗ്ഗ വിളകളിലെ പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് ഫ്രൂട്ട് ഫ്ലൈ, അതായത് നമ്മൾ പഴക്കുന്നതല്ലേ ഫ്രൂട്ട് ഫ്ലൈ. അപ്പം അതിന് ഉപയോഗിക്കുന്ന ഫെറമോൺ ട്രാപ്പ് ഏതാണെന്നാണ്. അപ്പൊ ആ കാഴ്ചയ്ക്ക് ഉപയോഗിക്കുന്ന ഫെറമോൺ ട്രാപ്പ് കുക്കർ ബിഡ്സ് എന്ന് പറയുമ്പോൾ ഓർത്ത് വെക്കാൻ എളുപ്പമുണ്ട്. ആൻസർ എന്ന് പറയുന്നത് ഒരു സ്ക്യൂലിയർ.
കുക്കുർബിറ്റ്സ്. അപ്പം ക്യൂ, ആ ഒരു സി യു ആലോചിക്കാം. ക്യൂ ലിയർ എന്ന് പറയുന്നത് കുക്കുർബിറ്റ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഫെറമോൺ ട്രാപ്പ് ആണ്. ഇനി ഓപ്ഷൻ എ എന്ന് പറയുന്നത് റൈനോ ലിയർ. അപ്പൊ അതിനകത്ത് റൈനോ ഉണ്ട്. അപ്പൊ റൈനോസെറസ് ബീറ്റിൽ, അതായത് നമ്മുടെ കോക്കനട്ടിനെ എഫക്ട് ചെയ്ത റൈനോസെറസ് ബീറ്റിലിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് റൈനോ ലിയർ എന്ന് പറയുന്നത്. ഇനി ഫെറോ ലിയർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റെഡ് പാം ഈവൽ. ദാറ്റ് ഈസ് റെഡ് പാം ഈവലിന്റെ സയന്റിഫിക് നെയിം റിംഗോഫോറസ് ഫെറോജീനിയസ് എന്നാണ്. അപ്പം ആ ഒരു ഫെറോജീനിയസിലെ ഫെറോ ലിയർ എന്ന് പറയുന്നത് റെഡ് പാം ഈവലിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഫെറമോൺ ട്രാപ്പ് ആണ്. സോ 3 ഓപ്ഷൻസ് ഉണ്ട്. റൈനോ ലിയർ എന്ന് പറയുന്നത് റൈനോസെറസ് ബീറ്റിൽ, ക്യൂ ലിയർ എന്ന് പറയുന്നത് ഫ്രൂട്ട് ഫ്ലൈ കുക്കുർബിറ്റ്സ്, ദെൻ ഫെറോ ലിയർ എന്ന് പറയുന്നത് റിംഗോഫോറസ് ഫെറോജീനിയസ്. ഇനി നമുക്ക് സയന്റിഫിക് പറഞ്ഞാൽ ഒരു റെഡ് പാം ഈവലിന് അഗെയിൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ഫെറോ ലിയർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫെറമോൺ ട്രാപ്പ് ഏരിയ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബേസിക് ആയിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാമെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. എളുപ്പമുള്ള കാര്യമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ യെല്ലോ വെയിൻ മൊസൈക്ക് ഇൻ ബിൻഡി ഈ സ്പ്രെഡ്. അപ്പം നമ്മൾ വെണ്ട കൃഷി ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നേരിടുന്ന ഒരു അസുഖമാണ് യെല്ലോ വെയിൻ മൊസൈക്ക് ഡിസീസ് എന്ന് പറയുന്നത്. അതായത് അതിന്റെ എന്താ പറയുക, ഇലയിൽ നൈട്രജൻ കണ്ടന്റ് ഒക്കെ കുറഞ്ഞിട്ട് വെയിൻസിന്റെ ഇടയ്ക്കൊക്കെ എന്ത് വരുന്നു, മഞ്ഞ കളർ, മഞ്ഞളിപ്പ് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ അത് വളരെ സിവിയർ ആയിട്ടുള്ള ഒരു അസുഖമാണ്. അപ്പൊ അതെന്ന് പറയുന്നത് ഒരു യെല്ലോ വെയിൻ മൊസൈക്ക് വൈറൽ ഡിസീസ് ആണ്. അപ്പൊ ആ വൈറൽ ഡിസീസിനെ സ്പ്രെഡ് ചെയ്യുന്ന വെക്ടേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ആ വെക്ടേഴ്സ് ആരൊക്കെയാണ് അല്ലെങ്കിൽ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. യെല്ലോ വെയിൻ മൊസൈക്ക് ഇൻ ബിൻഡി ഈസ് സ്പ്രെഡ് ബൈ ഓപ്ഷൻ എ അംബ്രാസ്ക ബിഗുട്ടല, ദെൻ ബെനീസിയ ടാബാസി, നില പർവത ലുജീൻസ്, ദെൻ സ്റ്റെഫാനിറ്റിസ് ടിപ്പിക്കസ്. 4 ഓപ്ഷൻസ് ആണ്. ഇവയിൽ ആരാണ് ഈ പറയുന്ന സാധനം സ്പ്രെഡ് ചെയ്യുന്നത്? യെല്ലോ വെയിൻ മൊസൈക്ക് വൈറസ്. ഓക്കെ, അപ്പൊ ആൻസർ എന്താണെന്ന് നോക്കാം. ആൻസർ ഇസ് 1 and 2, ദാറ്റ് ഇസ് അംബ്രാസ്ക ബിഗുട്ടല ജാസിഡ്സ് എന്ന് പറയും. ദെൻ ബെനീസിയ ടാബാസി, നമ്മുടെ വൈറ്റ് ഫ്ലൈസ്, വെള്ളീച്ച. പ്രധാനമായിട്ടും ബെനീസിയ ടാബാസി വൈറ്റ് ഫ്ലൈസ് ആണ്. വൈറ്റ് ഫ്ലൈസ് അംബ്രാസ്ക ജാസിഡ്സ് ഉണ്ട്, അംബ്രാസ്ക ബിഗുട്ടല. ഇത് രണ്ടുമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന യെല്ലോ വെയിൻ മൊസൈക്ക് വൈറസ്. അപ്പൊ ഒരു വൈറൽ ഡിസീസ് ആണ്. അപ്പൊ വൈറൽ ഡിസീസിന്റെ രോഗകാരി, അതിന്റെ രോഗവാഹി എന്ന് പറയുന്നത് വെക്ടർ എന്ന് പറയുന്നത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഇസ് അംബ്രാസ്ക ബിഗുട്ടല, ബെനീസിയ ടാബാസി. 1 and 2 ആണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്തത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുവരെ അറൌണ്ട് 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ നോക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇപ്പം ഈ പറയുന്ന 2017 ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ്, ഇപ്പം ടാഗ് കളർ അല്ലെങ്കിൽ വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇപ്പം ഫാദർ ഓഫ് സീറോ ബഡ്ജറ്റ് ഫാമിംഗ്, അങ്ങനെയുള്ള കുറച്ച് സെയിം കൈൻഡ് ഓഫ് പാറ്റേൺ 2022 2021 SC/ST സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അഗ്രികൾച്ചർ അസിസ്റ്റന്റ്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നാൾ 2017 ശേഷം അടുത്ത് നമ്മുടെ എക്സാം വരുത്തിയപ്പോഴാണ്. ഇപ്പം PSC എക്സാംസിന് കുറച്ചും കൂടി ക്വസ്റ്റ്യൻ ഒരു പാറ്റേൺ വ്യത്യാസം വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട്. അപ്പം പണ്ടത്തെ പോലെ ഒരു ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയല്ല. അപ്പം നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ അതിലേക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എന്റെ ഒരു അഭിപ്രായത്തിൽ മാക്സിമം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരാനായിട്ട് വരുമ്പോൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു കൺസെപ്റ്റ് ആയിരിക്കും. നമ്മൾ ഇതിങ്ങനെ കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ എവിടെയും പോയിട്ടും ഒരു എസ്സേ എഴുതുകയൊന്നും ചെയ്യുന്നില്ല. നമുക്ക് ആ ഒരു കൺസെപ്റ്റ്, ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് അറിഞ്ഞിരിക്കാം. പിന്നെ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നല്ല രീതിയിൽ കുറെ തവണ വായിച്ചു വെക്കാം. പറ്റുമെങ്കിൽ 2-3 തവണ വായിച്ചു വെക്കിട്ട് ആൻസർ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. ഹലോ മാം. അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പരീക്ഷ 2024 സെപ്റ്റംബർ 24. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഇനിയും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവർക്കായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്തെ സക്സസ്ഫുൾ ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC 40 ദിവസത്തെ അതിതീവ്ര പരിശീലന ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ മികച്ചതും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റീസിന്റെ 250 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള റെക്കോർഡ് ക്ലാസുകൾ, full syllabus based capsule notes and other study materials in PDF format, 5000-ലധികം topic wise multiple choice questions with detailed explanation, doubt clearance and mentorship till exam date, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ എന്നിവ അടങ്ങിയ ഈ ഒരു അത്യുഗ്രൻ പാക്കേജ് ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 999 രൂപയ്ക്ക്. ഇന്ന് തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.